നമസ്കാരം. പൊതുവെ തമിഴ്നാട്ടിൽ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നതായി പറയപ്പെടുന്ന 3 മലകളാണ് കൊല്ലിമല, ചന്ദ്രഗിരി മല, പർവ്വതമല. വടക്കിലുള്ള ഹിമാലയം പോലെ തമിഴകത്തിന്റെ സിദ്ധർഭൂമിയും സമ്മേളന സ്ഥലവുമായി കരുതപ്പെടുന്ന കൊല്ലിമല രഹസ്യങ്ങളെപ്പറ്റിയും മലയിലുള്ള അമാനുഷികത നിറഞ്ഞതും വിചിത്രമായ ആചാരങ്ങളുള്ളതുമായ അറപ്പള്ളീശ്വരർ കോവിൽ, സഞ്ചാരികളുടെ പേടി സ്വപ്നമായ കൊല്ലിപ്പാവെ, മാസി പെരിയണ്ണസ്വാമി കോവിലുകളെപ്പറ്റിയും മനസ്സിലാക്കാം. കൊല്ലിമല എന്നത് ഒരു സാധാരണ മലയല്ല. മനുഷ്യ മനസ്സുകൾക്ക് എത്തിപ്പെടാനാവാത്തത്ര അമാനുഷിക രഹസ്യങ്ങൾ പുതഞ്ഞു കിടക്കുന്ന സിദ്ധന്മാരുടെ സ്വർഗഭൂമിയാണ് കൊല്ലിമല. നാമക്കൽ ജില്ലയിൽ കിഴക്ക് തുടർച്ചി മലയും പടിഞ്ഞാറ് തുടർച്ചി മലയും ചേർന്നെടുത്ത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 4265 അടി ഉയരത്തിൽ 441 ചതുരശ്ര കിലോമീറ്ററിൽ ഏറ്റവും അധികം അപൂർവ മൂലികകളാൽ പരന്നു വിരിഞ്ഞു കിടക്കുന്ന മലയാണ് കൊല്ലിമല. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന 70 ഹെയർപിൻ വളവുകളുള്ള ഈ മലപ്പാതയുടെ ദൂരം 26 കിലോമീറ്റർ. ദേവനൂർ നാട്, തിരുപ്പുലി നാട്, സേലൂർ നാട്, ആലന്തൂർ നാട്, തിണ്ണനൂർ നാട്, ഇടപ്പുലി നാട്, അരിയന്നൂർ നാട് എന്നിങ്ങനെ 16 വലിയ ഗ്രാമങ്ങളും 275 കുഗ്രാമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കൊല്ലിമല. ഈ മലയിൽ 20,000-ൽ പരം മലക്കൊണ്ടറകൾ എന്ന ആദിവാസി ജനത ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. കൊല്ലിമലയിൽ ബസ് സ്റ്റാൻഡും സ്കൂളുകളും ഫയർ സ്റ്റേഷനും ഹോസ്പിറ്റലും കടകളും റിസോർട്ടുകളും ഹോട്ടലുകളും പെട്രോൾ പമ്പും ചന്തകളും മലയുടെ നടുപ്പകുതിയായ വലപ്പൂരിൽ സർക്കാർ ഗസ്റ്റ് ഹൗസുമുണ്ട്. ഒരുപാട് മൂലികച്ചെടികളും വന്യമൃഗങ്ങളുമുള്ള കൊല്ലിമലയുടെ പല ഭാഗങ്ങളും റിസർവ് ഫോറസ്റ്റാണ്. ഈ മലയിൽ വിളയുന്ന അപൂർവയിനം പഴങ്ങളടക്കമുള്ള ഫലവർഗ്ഗങ്ങളും ഏലം, തിപ്പിലി, കുരുമുളക് പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളും ചെറുധാന്യങ്ങളും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും വിലക്കുറവിൽ വാങ്ങാനുള്ള സൗകര്യങ്ങളും കൊല്ലിമലയിലുണ്ട്. ശ്വേതാറ്, കോമ്പയാറ്, അയ്യാറ്, കൂട്ടാറ്, കരുവോട്ടാറ്, പഞ്ചനദിയാറ് എന്നിങ്ങനെ പല ആറുകളും ആകാശഗംഗ വെള്ളച്ചാട്ടവും ബൊട്ടാനിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ്, സീക്കുപ്പാറ വ്യൂ പോയിന്റ്, അറപ്പള്ളീശ്വരർ കോവിൽ, കൊല്ലിപ്പാവെ കോവിൽ, പടുത്തുറ വിനായകർ കോവിൽ, പെരിയണ്ണസ്വാമി കോവിൽ, കൈലാസ്നാഥർ കോവിൽ എന്നിങ്ങനെയുള്ള പല കോവിലുകളും പല സിദ്ധർ ഗുഹകളും കൊല്ലിമലയിലുണ്ട്. കൊല്ലിമല മുൻകാലത്തിൽ അറേമല എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അറം എന്നാൽ തമിഴിൽ ധർമ്മം. ധർമ്മദേവത തന്നെ മലയായി രൂപമെടുത്തിരിക്കുന്ന ഐതിഹ്യത്തിനാലാണ് ഈ നാമം വന്നത്. അറ എന്ന വാക്കിന് മല എന്നൊരർത്ഥവുമുണ്ട്. ഈ മലയിൽ പള്ളികൊള്ളുന്ന ശിവഭഗവാൻ അങ്ങനെ അറപ്പള്ളീശ്വരർ എന്നും പിന്നീട് കാലപ്പോക്കിൽ അറപ്പള്ളീശ്വരരുമായി മാറി. കൊല്ലിമരങ്ങൾ ധാരാളം ഈ മലയിൽ കാണപ്പെടുന്നതിനാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലിവായ് പറവകൾ ഇവിടെ ധാരാളം വസിച്ചിരുന്നതിനാലും ഇവിടെയുള്ള അമാനുഷികത നിറഞ്ഞ കൊല്ലിപ്പാവെ എന്ന കാളിയുടെ പേരിലും ഈ മലയ്ക്ക് കൊല്ലിമല എന്ന നാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. മനുഷ്യരെ കൊല്ലുന്ന കൊടിയ അസുഖങ്ങളെ മാറ്റുന്ന ദേവലോക അദ്ഭുത മൂലികകൾ കൊണ്ട് നിറഞ്ഞ മല എന്നർത്ഥത്തിലാണ് കൊല്ലിമല എന്ന നാമം വന്നത് എന്നും പറയപ്പെടുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചതുരാകൃതിയിൽ തോന്നുന്ന ഈ മലയ്ക്ക് ചതുരഗിരി, വേട്ടക്കാരൻ മല, മൂലികറാണി എന്നെല്ലാം നാമമുണ്ട്. മണിമേഖല, ചിലപ്പതികാരം, പുറനാനൂറ് പോലെയുള്ള സംഘകാല കൃതികളിൽ കൊല്ലിമലയെക്കുറിച്ച് കുറിപ്പുകളുണ്ട്. കൊല്ലിമലയിൽ പൂത്തുകുലുങ്ങുന്ന 165 വക മലരുകളെക്കുറിച്ച് കുറിഞ്ചിത്തിണയിൽ കപിലർ പാടിയിരിക്കുന്നു. രാജരാജ ചോഴൻ കൊല്ലിമലയിൽ നിന്ന് ആനകൾ മൂലം കല്ലുകൾ കൊണ്ടുപോയി നിർമ്മിച്ചതാണ് തഞ്ചൈ പെരിയ കോവിൽ എന്നാണ് ചരിത്രം. രാമായണത്തിൽ സുഗ്രീവൻ ഭരിച്ചിരുന്ന മധുവനം ഈ കൊല്ലിമലയായിരിക്കാമെന്നും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട്. ദൈവങ്ങളും സിദ്ധന്മാരും വാഴുന്ന പുണ്യമല എന്നതിനാൽ കൊല്ലിമലയെ ചുറ്റിയുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൊല്ലിമല ഭാഗത്തേക്ക് കാൽ നീട്ടി ഉറങ്ങാറില്ല എന്നാണ് പറയുന്നത്. കൊല്ലിമലയുടെ പരമരഹസ്യം എന്തെന്നാൽ കൂടുവിട്ട് കൂടുമാറൽ വിദ്യ വശമുള്ള സിദ്ധന്മാർ ഇന്നും ഇവിടെ വസിക്കുന്നുണ്ട് എന്നതാണ്. കോരക്കർ സിദ്ധർ, പാമ്പാട്ടി സിദ്ധർ, അഗസ്ത്യർ, ഔവയാർ മുതൽ 18 സിദ്ധന്മാരും ശിഷ്യന്മാരും ഈ മലയിൽ ജീവിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. അതിന് തെളിവാണ് ഇവിടെയുള്ള 105 സിദ്ധർ ഗുഹകൾ. സിദ്ധന്മാർ ഇവിടെയുള്ള മൂലികകളുടെ ഉപയോഗം മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം താളിയോലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മലയിൽ ഉള്ള മൂലികകളല്ലാതെ സിദ്ധന്മാരാൽ തയ്യാർ ചെയ്യപ്പെട്ട മരുന്നുകൾ, തൈലങ്ങൾ, രസമണി, നവപാഷാണ ശിലകൾ, വിലമതിക്കാനാവാത്ത കല്ലുകൾ എന്നിവയെല്ലാം ഭൂമിക്കടിയിലുള്ള കല്ലറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി മലയവെള്ളം എന്ന പുസ്തകത്തിൽ കാളങ്കിനാഥർ സിദ്ധർ പരാമർശിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. പല ആയിരം അപൂർവ മൂലികകളുടെ പുണ്യഭൂമിയാണ് കൊല്ലിമല. വല്ലാരെ, ഓമം, പൊർസിന്തിൽ, വിഴുതി, പേച്ചുരെ, മനുഷ്യർ അടുത്തുപോയാൽ എരുമ കരയുന്നത് പോലെ സ്വരം പുറപ്പെടുവിക്കുന്ന എരുമക്കണച്ചാൻ വൃക്ഷം, ഇലയുതിര കായുതിര വൃക്ഷം, കരുനെല്ലി, കരുന്നൊച്ചി, തത്തച്ചുരെ, അഴുകണ്ണി, തൊഴുകണ്ണി, സെങ്കട്രാഴെ, അമുദസഞ്ജീവി മൂലിക, നാഗദാലി, ജ്യോതിവൃക്ഷം, ഛായാവൃക്ഷം, കരിമ്പൂതം, ചെമ്പൂതം വൃക്ഷങ്ങൾ, രോമവൃക്ഷം, സുണ്ടങ്കി വൃക്ഷം, കിളിമൂക്കുപഴം, അമുരി ഉപ്പ്, ശക്തിസാറണെ, ദാമ്പത്യ സന്തോഷത്തിന് തണ്ണീർ വിട്ടാൻ കിഴങ്ങ്, ഏറുസിങ്കെ, എറങ്ങുസിങ്കെ, പുല്ലുരുവി, ആൺപെൺകൊടി, സെമ്പൂതാളം, നീർഭൂതാളം, ദേവദാരു, ആനെ വണങ്ങി, കിടുനടുങ്ങി, യുദ്ധത്തിലുണ്ടായ മുറിവ് മാറ്റുന്ന ശല്യക്കരണി, തുണ്ടുതുണ്ടായ ശരീരഭാഗങ്ങളെ ഒന്നു ചേർക്കുന്ന സന്താനക്കരണി, ദാഹവും വിശപ്പും പോക്കുന്ന മൂലികകൾ, കായകൽപ്പ മൂലികകൾ, കൊല്ലിമലക്കുള്ളൻ എന്ന സമ്പത്ത് പ്രദാനം ചെയ്യുന്ന മൂലിക, നവപാഷാണശിലയിലെ വിഷത്തനിമ മാറ്റുന്ന സേന്താടുംപാവെ എന്ന മൂലിക, ഇരുമ്പിനെയും ചെമ്പിനെയും തങ്കമാക്കുന്ന മൂലികകൾ, ബുദ്ധിസ്വാധീനമില്ലാതാക്കുന്ന മതിമയക്കി മൂലിക,
വഴക്കിൽ ജയിക്കുന്ന മിളക് സാറനെ, പേയ് വിരട്ടി, ഏഴറിഞ്ചി, കരുമഞ്ഞൾ, ബ്രഹ്മനീലി, എന്തിനേറെ മനുഷ്യന്റെ ചോരയും നീര് മൂറ്റിക്കുടിക്കുന്ന ചെടികളും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന മരങ്ങളും വരെ ഈ മലയിലുണ്ടെന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. ഈ മൂലികകളുടെ മഹത്വം മനസ്സിലാക്കി ആദിവാസി സമൂഹം ഇന്നും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എത്ര വലിയ കഷ്ടപ്പാടിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള മലമുഴുങ്കി എന്ന വേരും ശത്രുക്കൾ പോലും നമസ്കരിച്ചു പോകുന്ന തലൈവണങ്ങി വേരും സൂക്ഷിക്കുന്ന എത്രയോ വീടുകളുണ്ട്. പക്ഷെ എവിടുന്ന് കിട്ടി, എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് പാരമ്പര്യമായി കിട്ടി എന്ന ഒറ്റ വാക്കിൽ ഉത്തരം മാത്രം. അവർക്കത് പരസ്യമാക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അഷ്ടസിദ്ധിയുള്ള സിദ്ധന്മാർ കൈവയ്ക്കാത്ത മേഖലകളെ ഇല്ലെന്നാണ്. മരുത്വം, ആത്മീയം, വിജ്ഞാനം, ചിത്രം, ശില്പം, വിവർത്തനം എന്നിങ്ങനെ എല്ലാറ്റിലും പ്രാവീണ്യമുള്ള അവർ ആർക്ക് ഏതു നേരത്ത് സഹായം ചെയ്യണമെന്ന് ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കി പ്രാപ്തിയും ഭക്തിയുമുള്ള മനുഷ്യർക്ക് ഉചിതമായ നേരത്തിൽ സഹായം ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. കൂടുവിട്ട് കൂടുപായൽ വിദ്യാവശമുള്ള സിദ്ധന്മാർ ഏതു രൂപത്തിലും ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും അതിനാൽ കൊല്ലിമലയിലേക്ക് പോകുന്നവർ ഈ കാര്യം മനസ്സിൽ വെക്കണമെന്നുമാണ് ഗ്രാമവാസികളുടെ ഭാഷ്യം. പൗർണമി, അമാവാസി കാലങ്ങളിൽ അവർ മനുഷ്യനേത്രങ്ങൾക്ക് മുന്നിൽ തെളിയാറുണ്ടെന്നും അപ്രകാരം സഹായം കിട്ടിയ ഭക്തന്മാരുണ്ടെന്നുമാണ് പറയുന്നത്. ഒരു പ്രത്യേക മൂലിക ഭക്ഷിച്ചാൽ മനുഷ്യർ അപ്രത്യക്ഷമാകുമത്രേ. ഈ മൂലികയോടൊപ്പം വിട്ടുവിട്ടെരിയുന്ന ജ്യോതിപ്പുല്ലും മറ്റ് മൂലികകളും ചേർന്നുള്ള മരുന്ന് പ്രയോജനപ്പെടുത്തിയാണ് സിദ്ധന്മാർ ഗുഹകളിൽ മനുഷ്യനേത്രങ്ങൾക്ക് ഗോചരമല്ലാതെ വാഴുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ മൂലികകൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യർക്ക് കാണാനാവാത്ത വിധം സിദ്ധന്മാർ മറച്ചുവെച്ചിരിക്കുന്നു എന്നാണ് ഭക്തജനഭാഷ്യം. കൊല്ലിമലയിൽ മച്ചേമുനി സിദ്ധർ, നമശിവായ സിദ്ധർ, അനാദി സിദ്ധർ, സട്ടേമുനി സിദ്ധർ, ഇടക്കാടർ സിദ്ധർ, കടുവളി സിദ്ധർ, കല്ലുളി സിദ്ധർ എന്നിങ്ങനെ ധാരാളം സിദ്ധന്മാർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചു വരുന്നു എന്ന് പറയുന്ന ധാരാളം ഗുഹകളുണ്ട്. പക്ഷേ വിനോദസഞ്ചാരികൾ അതിനുള്ളിൽ പോകരുത് എന്നാണ് ഈ മലയിൽ ജീവിക്കുന്നവരുടെ അഭിപ്രായം. കാരണം സിദ്ധന്മാർ ഗുഹയ്ക്കുള്ളിൽ തപസ്സനുഷ്ഠിക്കുകയായിരിക്കുമെന്നും അത് മനുഷ്യരൂപത്തിലായിരിക്കില്ലെന്നും ഗുഹയ്ക്കുള്ളിൽ പോയി അവരെ ശല്യപ്പെടുത്തിയാൽ ശാപമേൽക്കും, ജീവന് തന്നെ ആപത്ത് എന്നൊക്കെയാണ് ഇവിടെയുള്ള മനുഷ്യരുടെ വിശ്വാസം. അതല്ലാതെ കൊല്ലിമലയുടെ കാവൽ ദൈവങ്ങളായ കൊല്ലിപ്പാവയും പെരിയണ്ണസ്വാമിയുമാണ് ഈ മൂലികകൾ കാത്തുസൂക്ഷിക്കുന്നത് എന്നതിനാൽ സിദ്ധവൈദ്യന്മാർ മൂലിക ശേഖരിക്കുന്നതിന് മുമ്പും പിമ്പും കൊല്ലിപ്പാവയെ ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നു. അല്ലെങ്കിൽ ഈ മൂലിക കൊണ്ട് പ്രയോജനമുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ആരാണ് ഈ കൊല്ലിപ്പാവ എന്നല്ലേ കൊല്ലിമലയിലെ ആദ്യകാല മനുഷ്യരിൽ ഭീതി ഉളവാക്കുന്ന കഥയാണിത്. യുഗങ്ങൾക്ക് മുമ്പ് 18 സിദ്ധന്മാർ 60 മലകൾ കടന്ന് കൊല്ലിമലയിലെത്തി അവിടെയുള്ള വട്ടപ്പാറയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് തപസ്സനുഷ്ഠിച്ചു. ആ സമയം അസുരന്മാർ കൊല്ലിമലയിലേക്ക് വന്ന് തപസ് ചെയ്യുകയായിരുന്ന ഋഷീശ്വരന്മാരെയും സിദ്ധന്മാരെയും ഉപദ്രവിച്ചു വന്നു. അവർ അറപ്പള്ളീശ്വരരെ അഭയം പ്രാപിച്ചു. ഭഗവാൻ വിശ്വകർമാവിനോട് അതിസുന്ദരിയായ ഒരു ശിലയെ സൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചു. ഈ വിഗ്രഹത്തിന്റെ നേത്രങ്ങളിലുള്ള വശീകരണ ശക്തിയിൽ ദേവന്മാർ പോലും ഭ്രമിച്ചു പോയത്രേ. ഈ വിഗ്രഹം അസുരന്മാരെ വശീകരിച്ച് കൊന്നുകളഞ്ഞത്രേ. അങ്ങനെ അസുരന്മാർ കൂട്ടത്തോടെ ഈ മലയിൽ നിന്നും തുരത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സുന്ദരിക്ക് കൊല്ലിപ്പാവെ എന്ന പേര് വന്നത്. വേറൊന്ന്, അമൂല്യ മൂലികകൾ കൊണ്ട് മരുന്ന് തയ്യാറാക്കുന്ന സിദ്ധന്മാർ അത് ഗുഹകളിലും പാറയിടുക്കുകളിലും വയ്ക്കാറുണ്ട്. അത് ആരും കാണാൻ പാടില്ല എന്നതിനാലും സിദ്ധന്മാരുടെ തപസ്സിന് ഭംഗം വരാതിരിക്കാനും അവർ കൊല്ലിപ്പാവയെ കാവൽ നിർത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. കൊല്ലിപ്പാവെ കാറ്റ്, മഴ, ഇടി, ഭൂകമ്പം എന്നിങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളാൽ നശിക്കാത്തത് എന്ന് നറ്റിണ എന്ന പുസ്തകത്തിൽ പരണർ എന്ന കവി പാടിയിട്ടുണ്ട്. ഈ മലയിലേക്ക് കയറി വന്ന് വേണ്ടാത്ത ആഗ്രഹത്തോടെ ഈ മലയിലെ മൂലികകളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ തെറ്റ് ചെയ്താലോ കൊല്ലിപ്പാവ അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കും എന്നത് ഇന്നും ഇവിടെ നടക്കുന്ന സംഭവമാണ്. ഇവിടെ നടന്നിട്ടുള്ള ദുരൂഹ മരണങ്ങൾ കൊല്ലിപ്പാവയുടെ ശിക്ഷ കിട്ടിയതാണെന്നാണ് ഇവിടെയുള്ള ഗ്രാമവാസികളുടെ സംസാരം. 17,000 വർഷങ്ങൾക്ക് മുമ്പേ ആദിവാസി ജനതയാൽ പൂജിക്കപ്പെട്ടതാണ് വളരെ ശക്തിയുള്ള കൊല്ലിപ്പാവെ എന്ന എട്ടുകൈ അമ്മൻ. വിശ്വകർമാവ് മരത്തിൽ നിർമ്മിച്ച കൊല്ലിപ്പാവെ ഭൂമിക്കടിയിൽ എവിടെയോ സിദ്ധന്മാർ മറച്ചു വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. യാത്രികർക്ക് കൊല്ലിമലയിലേക്ക് പോകുവാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന് നാമക്കൽ സേന്തമംഗലം പാതയിൽ കോമ്പക്കാട് ഗ്രാമം വഴി, വേറൊന്ന് കൊപ്പമ്പട്ടി വൈരിച്ചെട്ടിപ്പാളയം പാതയിൽ പുളിയഞ്ചോല വഴി. നാമക്കല്ലിൽ നിന്നും സേലത്ത് നിന്നും പുറപ്പെട്ടു വരുന്ന യാത്രികർ വന്നണയുന്ന കൊല്ലിമല അടിവാരമാണ് കാരവള്ളി. അവിടെ നിന്നും കൊല്ലിമലയിലേക്ക് യാത്ര തിരിച്ചാൽ ആദ്യം തന്നെ ചെക്ക് പോസ്റ്റ്. ഊട്ടിയും കൊടൈക്കനാലും പോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെയും അനുമതിയില്ല. ഹെയർപിൻ വളവുകളിൽ 34-ാമത്തേതിൽ അല്പം വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. മലയുടെ 3/4 ഭാഗം യാത്ര ചെയ്താൽ ഭക്തർക്ക് അവിടെയുള്ള ഞാച്ചിയമ്മൻ കോവിലിൽ പ്രാർത്ഥിക്കാനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും സൗകര്യമുണ്ട്. ദാഹജലത്തിനായി ചെറിയൊരു അരുവിയും അവിടെയുണ്ട്. 70 ഹെയർപിൻ വളവുകളും കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഗ്രാമമാണ് സോളക്കാട്. അവിടെ നിന്ന് നേരെ പോയാൽ ഇടതുഭാഗത്താണ് നമ്മരുവിയും എട്ടുകൈ അമ്മൻ എന്ന കൊല്ലിപ്പാവെ കോവിലും. അവിടെ ഭക്തർ തകിട് വാങ്ങി ആഗ്രഹങ്ങൾ എഴുതി മണികളിൽ തൂക്കിവെക്കുന്നു. 3 മാസത്തിനുള്ളിൽ ആഗ്രഹം സാധിച്ചിരിക്കും എന്നാണ് വിശ്വാസം. അവിടെയുള്ള ശൂലങ്ങളിൽ സ്ത്രീകൾ പുടവയും പുരുഷന്മാർ അവരുടെ വസ്ത്രവും ചാർത്തിയാൽ പിരിഞ്ഞ കുടുംബങ്ങൾ ഒന്നുചേരും എന്നാണ് വിശ്വാസം. 8 കൈകളോടെ അമ്മൻ പ്രതിഷ്ഠയുള്ള വളരെ ശക്തിയുള്ള ചെറിയൊരു ക്ഷേത്രമാണിത്. രാവിലെ 8 മണിക്ക് വനമൂലികകളാൽ ദേവിക്ക് അഭിഷേകം നടക്കുന്നു. പക്ഷേ തിരശ്ശീലിട്ട് ചെയ്യുന്നതിനാൽ ഭക്തർക്കത് കാണാനുള്ള അനുവാദമില്ല.
പിന്നീട് ദേവിക്ക് ചന്ദനക്കാപ്പ് ചാർത്തുന്നു. സന്താന ഭാഗ്യത്തിനും വിവാഹ ഭാഗ്യത്തിനും ഭക്തർ ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കടയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തിൽ മേൽക്കലിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. സംഘകാല കൃതികളിൽ കൊല്ലിപ്പാവയെ വേറെ വിധത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ കൊല്ലിമലയിലെ 18 നാടുകൾ ഭരിച്ച ദാനശീലന്മാരായ കടയേഴ് വള്ളൽകളിൽ ഒരാളായ വൽവിൽ ഓരിയുടെ അതിസുന്ദരിയായ പുത്രിയാണ് കൊല്ലിപ്പാവ എന്നാണ് പരാമർശം. വൽവിൽ ഓരി എന്നറിയപ്പെടുന്ന മന്നന്റെ പേര് ആദൻ. ഓരി എന്ന വാക്കിന് തേനിന്റെ നിറം എന്നാണ് അർത്ഥം. ഈ നിറത്തിലുള്ള കുതിരയുള്ളതിനാലും വിൽ പ്രയോഗത്തിൽ മിടുക്കൻ എന്നതിനാലും വൽവിൽ ഓരി എന്ന നാമം വന്നു. അദ്ദേഹം എയ്യുന്ന ഒരമ്പിൽ ആന, പുലി, മാൻ, ഉടുമ്പ് എന്നിവയെല്ലാം ഒരേ സമയം കൊല്ലപ്പെടുമായിരുന്നത്രേ. വൽവിൽ ഓരിയാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. കൊല്ലിമലയുടെ ഹൃദയഭാഗമായ ചെമ്മേട്ടിൽ വൽവിൽ ഓരി കുതിരപ്പുറത്തിരിക്കുന്ന ശില്പവും ആടി 18-ന് വൽവിൽ ഓരി തിരുവിഴയിൽ അദ്ദേഹത്തിന് മര്യാദകളും സർക്കാർ ചെയ്യുന്നു. സോളക്കാട് ഗ്രാമത്തിൽ കൊല്ലിമലയിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും മൂലികകളുടെയും ചന്തയുമുണ്ട്. സോളക്കാട് ഗ്രാമത്തിൽ നിന്നും 16 കിലോമീറ്റർ ദൂരത്താണ് അറപ്പള്ളീശ്വരർ തിരുക്കോവിൽ. യുഗങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ ജീവിതം മഹത്വമുള്ളതാക്കാൻ ഭഗവത് വഴിപാട് ശീലിച്ച സിദ്ധന്മാർ കൊല്ലിമലയിലേക്ക് വന്ന് അവർ പ്രതിഷ്ഠിച്ച് പൂജിച്ച ശിവലിംഗമാണ് അറപ്പള്ളീശ്വരർ. സിദ്ധന്മാർ പ്രതിഷ്ഠിച്ചതിനാൽ ഈ ശിവലിംഗം ആരുഷലിംഗം എന്നറിയപ്പെടുന്നു. അറം അതായത് ധർമ്മത്തെ പിന്തുടരുന്ന സിദ്ധന്മാരാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടതിനാൽ ഭഗവാൻ അറപ്പള്ളീശ്വരർ എന്നറിയപ്പെട്ടു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ ശിവലിംഗം മണ്ണിനടിയിലായി. പിന്നീടൊരു കാലത്ത് ഒരു കർഷകൻ നിലമുഴുതുമ്പോൾ കലപ്പ തട്ടി ശിവലിംഗം കാണപ്പെട്ടു. നാട്ടുകാർ പിന്നീട് ഈ ശിവലിംഗത്തിന് ചെറിയ പന്തൽ നിർമ്മിച്ച് പൂജിച്ചു വന്നു. 1-ാം നൂറ്റാണ്ടിൽ വൽവിൽ ഓരി ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. ഉത്തമചോഴന്റെ മാതാവ് സെമ്പിയൻ മാദേവി കൊല്ലിമലയിലുള്ള 12 ഗ്രാമങ്ങൾക്ക് 100 കഴഞ്ച് പൊന്നു നൽകി അതിന്റെ പലിശ കൊണ്ട് ഓരോ തിങ്കളാഴ്ചയും ക്ഷേത്ര വഴിപാടുകൾ നടത്താൻ നിർദ്ദേശിച്ചതായി ശിലാഫലകങ്ങളിലുണ്ട്. രാജേന്ദ്ര ചോഴൻ, കുലോത്തുംഗ ചോഴൻ 1-മൻ, രാജേന്ദ്ര ചോഴൻ 2-മൻ, പൊന്നേരിവർമ്മൻ, വിജയനഗര സാമ്രാജ്യ അധിപതി വേങ്കടപതി ദേവമഹാരായർ, പരാന്തക ചോഴൻ, ഉത്തമ ചോഴൻ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അരുണഗിരിനാഥർ തിരുപ്പുകൾ പാടിയ മുരുകൻ ഈ ക്ഷേത്രത്തിൽ വേടന്റെ രൂപത്തിലാണ്. തീവ്ര ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്നരുടെയും അപ്പർ സ്വാമികളുടെയും പതികത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. അതിനാൽ തന്നെ ഇതൊരു വൈപ്പ് സ്ഥലമായും അറിയപ്പെടുന്നു. അമ്പലവാണ കവിരായർ അറപ്പള്ളീശ്വര ശതകം ഭഗവാനെപ്പറ്റി പാടിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായ കോവിലിൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പ്രധാന സന്നിധി വിമാനത്തിൽ നിറയെ സിദ്ധന്മാരുടെ പ്രതിഷ്ഠകൾ. ഇവിടെ ശിവഭഗവാൻ അറപ്പള്ളീശ്വരർ എന്ന നാമത്തിൽ കൊല്ലിമലയുടെ നായകനായി സ്വയംഭൂ ശിവലിംഗ രൂപത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. അമാവാസി പൗർണമി നാളുകളിൽ സ്വാമിക്ക് വിശേഷ പൂജ നടക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് കാവൽ ദൈവവുമുണ്ട്. അറത്തെ വളർത്തി പാപം നീക്കി പള്ളി കൊണ്ടവർ എന്നർത്ഥത്തിൽ ഭഗവാനി നാമം വന്നു. ഈ ക്ഷേത്രത്തിൽ ദേവി ശ്രീപാർവതി, തായമ്മേ, അറം വളർത്ത നായകി എന്നീ നാമങ്ങളിൽ പുഞ്ചിരിച്ചുകൊണ്ട് കരുണാമയിയായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. സന്നിധിക്ക് മുന്നിലുള്ള അഷ്ടലക്ഷ്മി മണ്ഡപത്തിന്റെ മേൽഭാഗത്ത് ശ്രീചക്രയന്ത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിന് കീഴെ നിന്ന് പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി കടാക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മുഖ്യ പ്രതിഷ്ഠകളല്ലാതെ സൂര്യൻ, ചന്ദ്രൻ, കാലഭൈരവർ, വള്ളിദേവിയാനി സമേത ആറുമുഖർ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, സരസ്വതി, ചണ്ഡികേശ്വരർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, മഹാവിഷ്ണു, ദുർഗ, നാൽവർ, നവഗ്രഹങ്ങൾ, മഹാലക്ഷ്മി സന്നിധിയിൽ ആഞ്ജനേയർ, ജ്യേഷ്ഠാദേവി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മഹാവില്ലുവും ക്ഷേത്രതീർത്ഥം പഞ്ചനദിയുമാണ്. മഹാശിവരാത്രി, ആടിപ്പരുക്ക്, അന്നാഭിഷേകം, കാർത്തിക ദീപം, മാർഗഴി തിരുവാതിര, വൽവിൽ ഓരി തിരുവിഴ എന്നിവയാണ് ഇവിടെയുള്ള പ്രധാന ഉത്സവങ്ങൾ. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയും തുറന്നിരിക്കും. ഈ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചടുത്തായി 1176 പടികൾ ഇറങ്ങിച്ചെന്നാൽ ആകാശഗംഗ എന്ന 300 അടി ഉയരത്തിൽ നിന്നും ജലം പ്രവഹിക്കുന്ന വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പേയരുവി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ അരുവിയിൽ നീരാടി ക്ഷേത്രത്തിലെ വിശ്വനാഥർ വിശാലാക്ഷിയെ ദർശിച്ചാൽ പുനർജന്മമില്ല എന്നാണ് വിശ്വാസം. അതിനടുത്തായി കോരക്കർ സിദ്ധർ, പാമ്പാട്ടി സിദ്ധർ, അഗസ്ത്യർ തപസ് ചെയ്ത ഗുഹകളും കോരക്കർ സിദ്ധർ ശിഷ്യന്മാരോടൊത്ത് വസിച്ച കോരക്കർ കുണ്ടവും കാണാം. ആകാശഗംഗയിൽ നീരാടാൻ ഇത്രയും പടികളിറങ്ങി ചെല്ലാൻ പറ്റാത്തവർക്കായി മാസില അരുവിയും ചിറ്റരുവിയും നമ്മരുവിയും പടുത്തുറ വിനായകർ ക്ഷേത്രവും ക്ഷേത്രത്തിനടുത്തു തന്നെയുണ്ട്. സ്വർണം മുക്കുത്തിയിട്ട മീനുകൾ അല്ലെങ്കിൽ മീനിന് മൂക്കുകുത്തുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇതിവിടെ നേരിൽ കാണാം. അറപ്പള്ളീശ്വര ക്ഷേത്രത്തിനടുത്തായി പഞ്ചനദീ തീർത്ഥമായ മീൻപള്ളി ആറിലാണ് ഈ വിശേഷമുള്ളത്. ഇതിന് പിന്നിലുള്ള രസകരമായ ഐതിഹ്യം എന്തെന്നാൽ അറപ്പള്ളീശ്വരന്റെ ഒരു ഭക്തൻ ഈ ആറിൽ നിന്ന് മീൻ പിടിച്ച് കറി വെച്ചപ്പോൾ കറിയിലെ തിളച്ചുകൊണ്ടിരുന്ന മീൻ കുതിച്ച് നദിയിലേക്ക് ചാടിയത്രേ. അയാൾ ഭഗവാനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞെന്നും അന്നു മുതൽ ഈ നദിയിലെ മീനുകൾ ശിവാംശമായി കരുതി പൊരി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ മീനുകൾക്ക് നൽകിയ ശേഷം ഭക്തർ ഭഗവാനെ ദർശിക്കുന്നത് ഭഗവത് പ്രീതിക്ക് ഉത്തമം എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള നദിയിലെ മീനുകളെ പിടിച്ച് സ്വർണ്ണമുക്കുത്തി അണിയിച്ചാൽ 1 വർഷത്തിനുള്ളിൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നും
അതിന് സാധിക്കാത്തവർ ദേവിക്ക് മുക്കുത്തി സമർപ്പിച്ചാലും തുല്യ ഫലമാണെന്നാണ് വിശ്വാസം. ഇതുപോലെ വിചിത്ര ആചാരങ്ങളുള്ള മറ്റൊരു ക്ഷേത്രമാണ് കൊല്ലിമലയിൽ തന്നെയുള്ള മാസി പെരിയണ്ണ സ്വാമി കോവിൽ. സോളക്കാട്ടിൽ നിന്നും 16 കിലോമീറ്റർ ദൂരത്തിൽ കരടുമുരടായ പാതകൾ കടന്നു വേണം ശക്തിയുള്ള ഈ ക്ഷേത്രത്തിലെത്തുവാൻ. ആഭിചാരം മാറ്റുന്ന പുല്ലുമേഞ്ഞ ചെറിയൊരു കോവിലാണിത്. മാസി പെരിയണ്ണ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. മുൻവശത്ത് സിംഹമാണ് വാഹനം. ക്ഷേത്രത്തിൽ വലിയ കുതിരയും കാമാക്ഷി, മീനാക്ഷി, കാത്തവരായൻ, കറുപ്പണ്ണ സ്വാമി പ്രതിഷ്ഠകളുമുണ്ട്. മണികളും തകിടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണിത്. ആഭിചാരം മാറാൻ ജീവനുള്ള കോഴിയെ ശൂലത്തിൽ തറച്ചു വയ്ക്കുന്ന ആചാരം ഇവിടെയുണ്ട്. എതിരാളികൾ 7 ദിവസത്തിനുള്ളിൽ ഇതേപോലെ ഇഞ്ചിഞ്ചായി വേദനിക്കും എന്നാണ് പറയുന്നത്. അതല്ലാതെ സമ്പദ്വർദ്ധനയ്ക്ക് മരത്തിൽ നാണയമടിച്ചു കയറ്റുന്ന വഴിപാടും ഇവിടെ കാണാം. നാമക്കല്ലിലുള്ള പല ഗ്രാമങ്ങളിലെ ജനങ്ങളുടെയും കുലദൈവമാണ് മാസി പെരിയണ്ണ സ്വാമി. ഇവിടെ ഭക്തർ വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തുതന്നെയായാലും 1 വർഷത്തിനുള്ളിൽ നിറവേറ്റപ്പെടും എന്നാണ് വിശ്വാസം. ആടിമാസം വളരെ വിശേഷപ്പെട്ടതാണ് ഇവിടെ. സെമ്മേട് എന്ന സ്ഥലത്തുള്ള ബാലമുരുകൻ കോവിലും സിദ്ധർ കോവിലും പ്രശസ്തമാണ്. ഇതല്ലാതെ സോളക്കാട്ടിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തിൽ വാസലൂർ പട്ടിയിൽ സഞ്ചാരികൾക്ക് സർക്കാർ വക ബോട്ട് യാത്രാ സൗകര്യവും സീക്കുപ്പാറ വ്യൂ പോയിന്റും മൂലികച്ചെടികൾ വാങ്ങാനും കാണാനും സർക്കാർ വക ബൊട്ടാണിക്കൽ ഗാർഡൻ, വയർലെസ് വ്യൂ പോയിന്റ്, 18 സിദ്ധന്മാർ തപസ് ചെയ്ത വട്ടപ്പാറ എന്നിങ്ങനെ പല സ്ഥലങ്ങളും കൊല്ലിമലയിലുണ്ട്. 2 ദിവസം താമസിച്ച് ഉല്ലസിച്ച് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊല്ലിമല യാത്രികർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്ലാനറ്റോറിയം കൂടി കൊല്ലിമലയിൽ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട് സർക്കാർ. കൊല്ലിമലയിലേക്ക് എത്തുവാൻ നാമക്കല്ലിൽ നിന്ന് 54 കിലോമീറ്റർ, സേലത്ത് നിന്ന് 94 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാമക്കൽ, സേലം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.